ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2019 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഞാൻ തന്ന എല്ലാ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് നിങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 13 ഇന്ത്യൻ ഇക്കോണമി ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത് സ്റ്റാറ്റിയിൽ നിന്നാണ്. വൺ വേർഡ്സൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് സ്റ്റാറ്റിയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഇക്കോണമി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പിന്നെ 2020 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾക്ക് ചെറിയൊരു അനാലിസിസ് നടത്തുമ്പോൾ നമ്മളുടെ മനസ്സിൽ ചെറിയൊരു സംശയം തോന്നും, 2019 ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ഡിഫിക്കൽട്ടാണോ എന്നുള്ളത്. ഇല്ല, ഒട്ടും ഡിഫിക്കൽട്ടല്ല. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് 2019 ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വൺ വേർഡിലേക്ക് പോവാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. നമുക്കറിയാം 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതിൻ്റെ പേരെന്താണ്? അതായത് ഗ്രോത്ത് വിത്തൗട്ട് ക്രിയേറ്റിംഗ്, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട് പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അങ്ങനെയുള്ള അവസ്ഥയുടെ പേര് എന്ന് പറയുന്നത് ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്ന ക്യാമ്പയിൻ എന്തിനു വേണ്ടിയിട്ടാണ് ചൈനയിൽ ഇനീഷ്യേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ക്യാപിറ്റലൈസേഷൻ ഓഫ് ദ കൺട്രിക്ക് വേണ്ടിയിട്ടാണ്, ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ കൺട്രിക്ക് വേണ്ടിയിട്ടാണ്, ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സർവീസ് സെക്ടറിന് വേണ്ടിയിട്ടാണ്, ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹ്യൂമൻ സെക്ടറിന്, ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇറ്റ് ഈസ് ഫോർ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ കൺട്രി. ഓക്കെ, വെരി ക്ലിയർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കൂ, ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് GLF ക്യാമ്പയിൻ നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് 2 മാർക്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ വൺ വേർഡ് മാത്രമായിട്ടല്ല, അതൊരു 2-3 സെൻറ്റൻസ് ഉള്ള ക്വസ്റ്റ്യൻസായിട്ടൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കാർവി കമ്മിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാർവി കമ്മിറ്റി ഗിവ് സജഷൻസ് ടു പ്രൊമോട്ട് ദ വർക്കിംഗ് ഓഫ് ദ ഫോളോയിങ്. കാർവി കമ്മിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. എന്തിനാണ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ്? ഹെവി ഇൻഡസ്ട്രീസ് ആണോ, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണോ, പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് ആണോ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണോ? നമുക്കറിയാം കാർവി കമ്മിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇനി സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ഈക്വിറ്റി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. The public is known as capital accumulation, investment, disinvestment, none of the above. നമുക്കറിയാം ഇറ്റ് ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. The workers in the informal sector have so many limitations compared to the formal sector. Point out any 4 of them. ഇൻഫോർമൽ സെക്ടേഴ്സിന് നമുക്കറിയാം ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർമൽ സെക്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ 4 ലിമിറ്റേഷൻസ് പറയാനാണ് പറയുന്നത്. നമുക്കറിയാം ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. ലിറ്റിൽ ജോബ് സെക്യൂരിറ്റി മാത്രമേ ഇൻഫോർമൽ സെക്ടറിലുള്ളൂ. അൺപ്രൊട്ടക്റ്റഡ് ബൈ ലേബർ ലോസിനെ കൊണ്ടൊന്നും ഇൻഫോർമൽ സെക്ടർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. ഓഡ് വർക്കിംഗ് അവേഴ്സ്, എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇൻഫോർമൽ സെക്ടറിനുള്ളത്. നോ പെൻഷൻ, നോ ഇൻഷുറൻസ്, നോ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും തന്നെ ഇൻഫോർമൽ സെക്ടറിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഒരു 4 പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഞാൻ കൂടുതൽ തന്നിട്ടുണ്ട്. Categorize the following figures of the economics of India, China, Pakistan under 3 head.
ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാനെ മൂന്ന് എന്തൊക്കെയാണ് ഏതിലൊക്കെയാണ് എന്നുള്ളത് പറയാനാണ് പറയുന്നത്. വൺ ചൈൽഡ് നോ നമുക്കറിയാം അത് ചൈനയിലാണ്. ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് പാകിസ്ഥാനിലാണ്. ഇക്കണോമിക് റിഫോംസ് ഇൻ 1991 ഇന്ത്യയിലാണ്. ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. ഹയസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ചൈനയിലാണ്. ഹൈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് പാകിസ്ഥാനിലാണ്. ഓക്കെ, അപ്പം നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. Stagnation of Indian agriculture during the British period was mainly caused by policies of colonial government. Briefly explain the policies. ഇത് നോക്കൂ, 2020 ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. 2019 ചോദിച്ചത് തന്നെയാണ് 20 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് പഠിച്ചിരിക്കണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റെഗുലർലി ചോദിക്കുന്ന ചോദ്യമാണ് ഇത്, ഒരു സംശയവും ഇല്ലാതെ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, നെയിം ദ ഫോറിൻ പോളിസി അഡോപ്റ്റഡ് ഡ്യൂറിങ് 1950 to 1950. 2 ക്വസ്റ്റ്യൻ ആണ്. ഇനി ഐഡൻറ്റിഫൈ ദ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ടു പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. എന്ത് ഫോറിൻ പോളിസിയാണ് 1950 തൊട്ട് 1990 വരെ അഡോപ്റ്റ് ചെയ്തത്? നമുക്കറിയാം, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസിയാണ്. എന്തൊക്കെയാണ് നമ്മൾ ആ പോളിസിയിലെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു നമുക്കറിയാം. ടാരിഫ്, quota and licensing was the important features of that policy. Okay, clear. ഇനി അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പം അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. 4 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞതാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ജോബ് ട്രെയിനിങ്, ഇൻഫർമേഷൻ. ഇതാണ് 4 ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ഗ്രോത്ത്, ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എക്കണോമിക് ഗ്രോത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്കണോമിക് ഗ്രോത്ത് മീൻസ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഓഫ് ദ കൺട്രി. എഡ്യൂക്കേറ്റഡ് പീപ്പിൾ കോൺട്രിബ്യൂട്ട് മോർ ടു ദ നാഷണൽ ഇൻകം ഓഫ് ദ കൺട്രി. ഹെൽത്തി പീപ്പിൾ ക്യാൻ വർക്ക് മോർ, ക്യാൻ ഡു പ്രൊഡക്റ്റീവ് വർക്ക് to the country. Education and healthcare can increase the human productivity. Migration increases the technical and manpower of a country. In short, human capital helps economic growth. Okay, clear ആയിട്ട് പഠിച്ചിരിക്കണേ. What is the relationship between human capital and economic growth? Okay, next. എക്സ്പ്ലെയിൻ ദ ഏരിയാസ് ടു ബി അഡ്രസ്ഡ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റിന് നമ്മൾ ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? നമുക്കറിയാം, റൂറൽ ഫിനാൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. റൂറൽ മാർക്കറ്റിംഗ് വേണ്ടേ? പിന്നെ റൂറൽ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ പ്രൊവിഷൻ ഓഫ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, അഷ്വറൻസ് ഓഫ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇതിനൊക്കെ തന്നെയും യു ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ക്ലിയർ. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന ക്വസ്റ്റ്യനാണ്, വേഗം പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഇമ്പാക്റ്റ് അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയൽ സെക്ടറിലും എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി നമുക്കറിയാം 1991 LPG ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷനാണ് ന്യൂ ഇക്കണോമിക് പോളിസിയിൽ കൂടി നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്, ന്യൂ ഇക്കണോമിക് പോളിസീൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയൽ സെക്ടറിലും വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കലിയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. The poor unskilled labor force continue to work in low productivity jobs with low wages. വളരെ ചുരുങ്ങിയ വേജസിൽ അവർ ലോ പ്രൊഡക്ടിവിറ്റി ആയിട്ട് തന്നെ വളരെ ചുരുങ്ങിയ വേജിൽ അവർക്ക് അൺസ്കിൽഡ് ലേബേഴ്സിന് വർക്ക് ചെയ്യേണ്ട അവസ്ഥ പിന്നെയും ഉണ്ടായിരുന്നു. നെഗ്ലക്റ്റ് ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിങ് ദ റിഫോം പീരീഡിൽ അഗ്രികൾച്ചറിനെ പറ്റ മാറ്റി നിർത്തി അവർ. ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ ഡിക്ലൈൻഡ് വെറാസ് ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടർ ഇൻക്രീസ്ഡ്. അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഗ്രോത്ത് കുറഞ്ഞപ്പോൾ കൂടുതലും ഇൻക്രീസ് ചെയ്തത് സർവീസ് സെക്ടറിൻ്റെ ഗ്രോത്ത് ആയിരുന്നു ഡ്യൂറിങ് ദ ന്യൂ എക്കണോമിക് പോളിസി. ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ ഇമ്പാക്റ്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. ആൻഡ് റിഡക്ഷൻ ഓഫ് നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസീവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ ഡിക്ലൈൻ. പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് റിസർവ് ചെയ്തിരുന്നത് നമ്മൾ കുറച്ചു.
ഫെയിൽ ടു പ്രൊവൈഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ്, പ്രൊഡക്റ്റീവായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ള അവസ്ഥ കുറഞ്ഞു വന്നു. ഫെയിൽ ടു അറ്റെയിൻ ഗ്ലോബൽ കോമ്പറ്റിറ്റീവ്നെസ്, കോമ്പറ്റീഷന് നമ്മൾ കുറച്ച് പുറകിലായിട്ട് വരുന്നൊരവസ്ഥ വന്നു. എബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എബോളിഷ് ചെയ്യുകയുമാണ് ഉണ്ടായിരുന്നത്. സോ ദീസ് ആർ ദ ഇമ്പാക്റ്റ് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ദ 3-dimensional approach ഓഫ് ദ ഗവൺമെൻറ് ടു റെഡ്യൂസ് പോവർട്ടി. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ചോദിച്ചതായിരുന്നു. helps the Indian citizens to achieve higher standard of living. Explain the dimensional approach to reduce the poverty and critically evaluate them. Same question ആണ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റഡ്ലി കഴിഞ്ഞ എക്സാമിന് കഴിഞ്ഞ 20 ഉള്ള നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ ആൻസർ ചെയ്തതാണ്. ഇനിയും ഇത് ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് തന്നെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനിയും പഠിക്കാത്തവർ മിസ് ചെയ്യരുത്. 8 മാർക്ക് ഇപ്പം തന്നെ പഠിച്ചിട്ട് അത് ക്ലിയർ ആക്കിയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ഹാവ് എക്സേർട്ടഡ് ഹൈ പ്രഷർ ഓൺ എൻവയോൺമെൻറ്റ്. റൈറ്റ് ദ 4 ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൻ്റെ 4 ഫങ്ഷൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അനലൈസ് ഹൗ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ബിക്കംസ് എ ബേർഡൻ ടു ദ എബവ് മെൻഷൻഡ് ഫങ്ഷൻസിന് എങ്ങനെയാണ് ബേർഡൻ ആവുന്നത്. പോയിൻ്റ് ഔട്ട് എനി 4 പ്രയോറിറ്റി എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഐഡൻറ്റിഫൈഡ് ഇൻ ഇന്ത്യ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഡെഫിനിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് പ്ലസ് ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസിനെയാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇറ്റ് ഇൻക്ലൂഡ്സ് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആനിമൽസും പ്ലാന്റ്സും സോയിലും വാട്ടറും ലാൻഡും ഒക്കെ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ്. ഇനി ഫങ്ഷൻസ് എന്താണ്? ഇറ്റ് പ്രൊവൈഡ് എസ്തെറ്റിക് ബ്യൂട്ടി ലൈക്ക് സീനറി, അസിമിലേറ്റ്സ് വേസ്റ്റ്, സപ്ലൈസ് റിസോഴ്സസ്, റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സും ഉണ്ട്, ആൻഡ് സസ്റ്റെയിൻസ് ലൈഫ്. These are the main functions of the environment. Okay, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ബിക്കം എ ബേർഡൻ ടു ദ എബവ് മെൻഷൻഡ് ഫങ്ഷൻ. എങ്ങനെയാണ് ഇതൊരു ബേർഡൻ ആയിട്ട് മാറിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ദീസ് factors led to the degradation of land, deforestation, soil erosion, air pollution ആൻഡ് അതർ പൊല്യൂഷൻസ് എക്സെട്ര. അങ്ങനെയാണ് ഇതൊരു നമ്മൾക്ക് ഹാനികരമായിട്ട് തീർന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ എനി 4 എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. നമുക്കറിയാം എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഡീഫോറസ്റ്റേഷൻ, എയർ പൊല്യൂഷൻ, യൂസ് ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, എക്സ്ട്രാക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എക്സെട്ര. സം ഓഫ് ദ മേജർ degradation, land degradation, that is major environmental issues that is found in India. അപ്പോൾ 2019 ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നോക്കൂ, ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര സുഖമായിട്ടാണ് നമുക്ക് എക്സാം എഴുതുക. വളരെ സ്പീഡായിട്ട് നമ്മൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ പോയിൻ്റായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ആ പോയിൻറ്റ്സ് ഓരോന്നും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക, അത് ഓരോന്നും ബൈഹാർട്ടാക്കുക, പഠിച്ചിരിക്കുക. ഓക്കെ, പിന്നെ നല്ല കോൺഫിഡൻസ് വേണം. എക്സാമിനെ നന്നായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് വേണം. ഇനിയും ഉണ്ടല്ലോ ധാരാളം ദിവസങ്ങൾ. വളരെ ആത്മവിശ്വാസത്തോടു കൂടി ദൈവത്തിൽ വിശ്വസിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ ഒരു സംശയവും ഇല്ല, നിങ്ങളുടെ സ്കോറ് മാക്സിമം ആയിരിക്കും. അതിന് നിങ്ങളുടെ കൂടെ മെൻറ്റർ കണക്റ്റ് ഓക്കെ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾക്ക് പരിഹരിക്കാം. എക്സാം നമ്മൾക്ക് ഓക്കെ. ബൈ, സീ യു.